നമ്മുടെ സംസ്കൃതി പൂർവാചാര്യന്മാർ തൊട്ടേ പ്രചരണത്തിൽ വലിയ ഇത് ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ ശരിയായ കാര്യങ്ങളുടെ പ്രചരണം ഇല്ലാത്തത് കൊണ്ട് തെറ്റായ കാര്യങ്ങളുടെ പ്രൊപ്പഗാൻഡ വളരെ ഒരു മേൽക്കൈ നേടിയിട്ടുണ്ട്. കള്ളം ലോകം ചുറ്റി വന്നു കഴിഞ്ഞു. അതെ, ഇപ്പോൾ ചെറിയൊരു കാര്യം, ഇപ്പോൾ ഈ പൊതുവിലിപ്പെന്ന് പറയുന്ന രാജാധികാരത്തിന് എല്ലാവരും വെല്ലുവിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഈ അന്നത്തെ സാമൂഹിക വ്യവസ്ഥ അനുസരിച്ചിട്ടുള്ള നിയമങ്ങളാണ് എല്ലാ രാജാക്കന്മാരും പാലിച്ചിരുന്നത്. പക്ഷേ കേരളത്തിലെ കാര്യങ്ങൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ സാമൂഹിക പരിഷ്കരണ ശ്രമങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഉച്ചനീചത്വങ്ങളെ ഇല്ലാതാക്കാനും എല്ലാറ്റിനും ഏറ്റവും കൂടുതൽ പരിശ്രമം നടത്തിയിരിക്കുന്നതും കേരളത്തിലെ രാജാക്കന്മാർ. പക്ഷെ അവർക്ക് ആ ഡ്യൂ കൊടുത്തിട്ടില്ല. ഇപ്പോൾ അതിന്റെ ക്ലെയിം എടുക്കുന്നുണ്ട്. തിരുവിതാംകൂർ രാജാവ് ശ്രീനാരായണ ഗുരുദേവന്റെ കാര്യത്തിൽ ഒരു കേസ് വന്ന സമയത്ത് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഗുരു ഉള്ളിടത്താണ് കോടതി എന്നുള്ള. ജഡ്ജിയും കോടതിയുടെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഗുരുവിന്റെ അടുത്തേക്ക് ചെല്ലണം. എല്ലാവരെയും ജാതിഭേദമന്യേ എല്ലാവരെയും വേദം പഠിപ്പിച്ച്, അതായത് അടിയാളരുടെ വേദഗുരു എന്നാണ് അദ്ദേഹത്തിന് വന്നു ചേർന്നൊരു വിശേഷണം. സദാനന്ദ ഗുരുദേവൻ ഞാൻ ആ പരമ്പരയിൽ ഉള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ സദാനന്ദ ഗുരുദേവന് ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾക്ക് വേണ്ടിയിട്ട് തിരുവിതാംകൂർ രാജാവ് അയ്യങ്കാളിയൊക്കെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് കൊണ്ടുവരുന്നത് അയ്യങ്കാളി സദാനന്ദ ഗുരുദേവന്റെ ബ്രഹ്മനിഷ്ഠാ മഠത്തിലെ ശിഷ്യനായിരുന്നു. സദാനന്ദ ഗുരുദേവന്റെ കൂടി ഒരു ഉപദേശപ്രകാരമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൊട്ടാരക്കര നഗരത്തിന് 300 ഏക്കർ സ്ഥലമാണ് തിരുവിതാംകൂർ രാജാവ് കൊടുത്തത്. കൊച്ചി രാജാവാണെങ്കിൽ ഇപ്പൊ നമ്മള് കലാമണ്ഡലത്തിന്റെ റെയിൽവേ സ്റ്റേഷനാണെന്ന് പറയുന്ന ചെറുതുരുത്തി റെയിൽവേ സ്റ്റേഷൻ മുമ്പ് കുറച്ചു മാറിയായിരുന്നു. അതവിടെ മണ്ണാൻ സമുദായത്തിലോ മറ്റോ ഉള്ള ഒരു ആയുർവേദ വൈദ്യന് വേണ്ടിയിട്ടാണ് കൊച്ചി രാജാവ് ആ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയത്. അവിടെ അത്രയും തിരക്കുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ റെയിൽവേ പാളത്തിന് വേണ്ടിയിട്ട് സ്വർണ്ണ നെറ്റിപ്പട്ടങ്ങൾ എടുത്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ച രാജാവായിരുന്നു. നേരത്തെ നമ്മൾ മാറു മുറിച്ച കഥ പറഞ്ഞു. ഇപ്പൊ ഈ മാറു മറയ്ക്കുന്ന ഒരു സമയത്ത് പൂമുള്ളി മനയിലെ അന്നത്തെ തമ്പുരാൻ മാറു മറയ്ക്കാതെ വരുന്നവർ ഇവിടെ പണിക്ക് വരണ്ട എന്ന് വരെ പറഞ്ഞിട്ടാണ് ആ ഒരു വസ്ത്ര സംസ്കാരത്തിലേക്ക്. അപ്പോഴും പുറത്തെല്ലാവരും ഉത്തരവിനെ മാനിച്ച് ഇത് മറച്ചു. മനയിലെ ആളുകള് അമ്മമാരും അമ്മായിമാരും ഒന്നും അവന്റെ പരിഷ്കാരം ഒന്നും കൂടെ വേണ്ട. അത് ഓരോ കാലത്തും അങ്ങനെയുണ്ട്. ഇപ്പൊ പഴയകാല ഒരു രീതിയിൽ തുടർന്നു പോകുന്ന ആളുകൾ അതിൽ മുറുകെ പിടിക്കും. അതിനെയാണ് ഇന്ന് ഭയങ്കര മഹാപാതകങ്ങളൊക്കെ ആയിട്ട് ചിത്രീകരിച്ചു വരുന്നത്. ഇന്നിപ്പോ പല രീതിയിലുള്ള വസ്ത്രത്തിൽ വരുന്ന വേഷവിധാനത്തിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ ഇന്നത്തെ പഴയ തലമുറ കാണുന്നത് പോലെ തന്നെ അന്നത്തെ പഴയ തലമുറ അതിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാ തരത്തിലും അതാത് കാലത്ത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ സമാജത്തെ നയിച്ചിരുന്നവരൊക്കെ ഒരു ഭേദചിന്തയും കൂടാതെ എല്ലാ ആചാര്യന്മാരെയും മാനിച്ചിട്ടുണ്ട്, ധർമ്മത്തെ മാനിച്ചിട്ടുണ്ട്. ആ സാമൂഹിക വ്യവസ്ഥയെ അവര് ഭദ്രമായിട്ട് അതെന്നാണോ അത് സ്മൃതി അനുസരിച്ചിട്ട് ഒരു സ്മൃതിയുടെ കാലത്ത് ആ കാലത്തെ നിയമം തുടരുന്നു എന്ന് പറയുന്നത് പോലെ തുടർന്നിട്ടുണ്ട്. പക്ഷെ അതിലും എല്ലാ തരത്തിലുള്ള ധാർമ്മികതയും ഉറപ്പാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്.